തിരുവനന്തപുരം നഗരസഭയിലെ അതിക്രമത്തിന് ശേഷം ക്യാമറ അഭിനയം കാട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന പുട്ടി മേയർ വി രാജേഷിനെയും മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞ കാര്യം ഇപ്പോൾ ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട്. വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് പരിശോധിച്ച ഡോക്ടർ പുട്ടി മേയറുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ രോഗത്തിന് ഇവിടെ ചികിത്സയില്ല. ക്യാമറ അഭിനയങ്ങൾ നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കയറി വന്നാൽ ഇവിടെ ഇപ്പോൾ തന്നെ പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളുമായിട്ട് രോഗികൾക്ക് കിടക്കാൻ തന്നെ സ്ഥലമില്ല. അതിന്റെ ഇടയ്ക്ക് നാടകവും കളിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ അതിന് തരാനുള്ള മരുന്ന് ഇതുവരെ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവായി ഇവിടെ നിന്ന് പോകണം. ഈ രോഗത്തിനുള്ള ചികിത്സ നിങ്ങൾ നേരെ പേരൂർക്കടയിലേക്ക് പോകുക. അവിടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്. ആ ആരോഗ്യ കേന്ദ്രത്തിൽ കയറിയിട്ട് ഷോക്ക് കൊടുക്കണ പരിപാടിയുണ്ട്. ആ ഷോക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസുഖത്തിനൊരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു. ക്യാമറ താരമാണല്ലോ, റീൽസ് താരമാണല്ലോ. അവിടെ ഒരു കട്ടിൽ കണ്ടു. നേരെ അതിലോട്ട് കയറി കിടന്ന് ഞാൻ ഇപ്പൊ ചാവേ എന്നുള്ള നിലവിളി അങ്ങ് തുടങ്ങി. ഡോക്ടർമാർ പറയാണ് അവര് തന്നെ അന്തം വിട്ടു. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന താരങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കോർപ്പറേഷനിലും പോലും ഉണ്ടോന്ന്. പോരാത്തതിന് നമ്മുടെ മേയർ രാജേഷ് നടത്തിക്കൊണ്ടു പോയതാണ്. അവിടെ ചെന്നിട്ട് ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഈ സീനൊന്ന് കണ്ടേ. ജഗതിയുടെ സീനാണ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിക്കാരി ചുറ്റടേ. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. കേട്ടല്ലോ, മുഴുവൻ തന്നെ ബാൻഡേജ് ഇട്ട് തന്ന് വിടണേ. എനിക്ക് കുറച്ച് പേരുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കാനുണ്ടേ, അതിന്റെ പേരിൽ കുറച്ച് രാഷ്ട്രീയ നാടകം കളിക്കാനുണ്ടേ എന്ന ഡയലോഗ് അടിച്ച് ചെല്ലുമ്പോൾ ഇതൊരു സർക്കാർ ആശുപത്രിയാണ്. അവിടെ ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ട്. അവിടെ ഇങ്ങനെ അഭിനയം നടത്തി വരുന്നവർക്ക് തരാനുള്ള ഒരു സംവിധാനവും ഇല്ല. അതിനു വേണ്ടിയുള്ള മരുന്നുകളും അറിയില്ല എന്ന് പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന സംഘികൾ അവിടെ നിന്ന് ഒരു ബാൻഡേജ് എടുത്ത് കാലിയിട്ട് ഫോട്ടോ എടുത്ത് പുറത്ത് പ്രചരിപ്പിച്ചു എന്നാണ് ഡോക്ടർമാർക്കിടയിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും വല്ലാത്ത സംഭവങ്ങൾ തന്നെ. അതായത് ആ അഭിനയ മുഹൂർത്തമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പുട്ടി മേയർ ബോധം കെട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ വാള് വയ്ക്കുന്ന രംഗം. എന്തിനാണ് വാള് വെച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ആദ്യത്തെ ദൃശ്യത്തിലേക്ക് നോക്കി. അവിടത്തെ അടി കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ഡോറി കൊട്ടി നല്ല കുതിരയെ പോലെ അകത്തേക്ക് കയറിപ്പോയ നമ്മുടെ പുട്ടി മേയർ തിരിച്ചതേ വരുന്ന വഴി നോക്കി ആനയിച്ച് കൊണ്ടുവന്ന് ക്യാമറകൾക്ക് മുന്നിൽ എത്തിയപ്പോൾ ആക്ഷൻ ഷർദിൽ എന്ന് ആരോ പറഞ്ഞപ്പോൾ ഉടനടി വാള് വയ്ക്കുന്ന രംഗം. പിന്നീട് ആക്ഷൻ ചരിഞ്ഞ് കണ്ണടച്ച് കിടക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചരിഞ്ഞ് കണ്ണടച്ച് കിടക്കുന്ന ആ ദയനീയ രംഗമൊക്കെ കണ്ടപ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം വെറും മണ്ടന്മാരാണെന്ന് നമ്മുടെ പുട്ടി മേയറും ഒപ്പം തന്നെ മേയർ വി രാജേഷും കരുതുകയാണെങ്കിൽ ഇമാതിരി ഊളത്തരങ്ങളൊക്കെ സംഘികൾ കണ്ടാൽ വിശ്വസിക്കും. അല്ലാതെ നഗരസഭയിൽ ആരാണ് അക്രമം കാണിച്ചതെന്നും അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് ശേഷം ഒരു കുരുവില്ലാതെ അകത്ത് കയറിയിരുന്ന വ്യക്തികൾ കാറിൽ പോയി ഇതൊക്കെ കാണിക്കുമ്പോൾ ഈ നാട്ടിലെ ഇമാതിരി നാടകങ്ങളുടെ കാലമൊക്കെ അവസാനിച്ചു. ഇതൊക്കെ നാട്ടുകാരെടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ട്രോളും. അതുകൊണ്ട് പൊടിയും തട്ടി അന്തസ്സായിട്ട് വീട്ടിൽ പോണതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് വിനയപുരസരം 2 അഭിനേതാക്കളെ ഓർപ്പിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് അത് പുറത്തൊന്നും കൊടുക്കണ്ട, നഗരസഭയ്ക്ക് അകത്ത് കിട്ടാനുള്ള വഴിയുണ്ട്. നഗരസഭയ്ക്ക് മുന്നിലെ വാൾ എന്ന സിനിമാ അഭിനയത്തിന്റെ ആ മികച്ച 4 വാള് വയ്ക്കുന്ന രംഗത്തിനുള്ള ആ അഭിനയ മുഹൂർത്തത്തിന് അവാർഡ് ഉറപ്പിച്ചതായിട്ടും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അറിയിക്കുകയാണ്.